Hello students, welcome to Online Mathematics Cafe. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ചാപ്റ്റർ ബാങ്കിങ്ങിലെ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. Mr. Jacob has a 2-year recurring deposit account in State Bank of India and deposit rupees 1,500 per month. If he receives rupees 37,875 at the time of maturity, then find the rate of interest. ഇത് ICC സ്പെസിമെൻ 2017 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത് നോക്കാം. ജേക്കബ് 2 വർഷത്തേക്ക് ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എന്താണ്, മന്ത്ലി ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട് 1,500 ആണെന്ന്. ദെൻ ഇഫ് ഹി റിസീവ്സ് 37,875 അറ്റ് ദി ടൈം ഓഫ് മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി വാല്യൂ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ എന്താ കണ്ടുപിടിക്കേണ്ടത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6 കണ്ടുപിടിക്കണം. അപ്പം നമ്മുടെ ഈ 3 ഫോർമുലയിൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല എന്ന് മനസ്സിലായല്ലോ. MV = PN × 1 + R × N + 1/2 × 12 × 100. അപ്പോൾ ഈ ഫോർമുല അപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? 6 കണ്ടുപിടിക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഫോർമുല ഇവിടെ കൊണ്ടുവരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമുല, അപ്ലൈ ചെയ്യേണ്ട ഫോർമുല. ഇനി നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ P തന്നിട്ടുണ്ട് അല്ലേ, എത്രയാണ്? ₹1,500. ദെൻ ഇയറിൽ തന്നിട്ടുണ്ട് 2 ഇയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നിനെ നിങ്ങൾ മന്തിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 2 ഇയർ ആകുമ്പോൾ 24 months. ദെൻ ഇനി വേറെ എന്താ തന്നിട്ടുള്ളത്? മെച്യൂരിറ്റി വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ. MVയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് ₹37,875. നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. MVയുടെ പ്ലേസിൽ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 37,875 = P എന്ന് പറയുമ്പോൾ 1,500 ഇൻറ്റു N നമുക്ക് എത്രയാണ്? 24 ആണ്, അതിട്ടു. ദെൻ 1 + R × N + 1 എന്ന് പറയുമ്പോൾ 25 + 1 24 + 1 25 എന്ന് വരും. ഡിവൈഡഡ് ബൈ 2 × 12 × 100. അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നമുക്ക് ക്യാൻസലേഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഈ ഒരു പാർട്ടിൽ ക്യാൻസലേഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടല്ലേ. 25ഉം 100 നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. എത്ര ടൈംസ് ആണ്? 4 times. ഇനി വേറെ ഒന്നും ക്യാൻസലേഷൻ ഇല്ല. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യേണ്ടത് ഈ 1,500 × 24 എന്ത് ചെയ്യാം? 37,875 അടുത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ കൊണ്ടുപോകുമ്പോൾ എന്താവും? അത് ഡിവിഷൻ ആയിട്ട് മാറും. അപ്പോൾ 37,875 ഡിവൈഡഡ് ബൈ 1,500 × 24 = ബ്രാക്കറ്റിൻ്റെ അകത്താവുമ്പോൾ 1 + ഇവിടെ 25 ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ 6 മാത്രമേ ഉള്ളൂ. ഡിനോമിനേറ്ററിൽ വരുന്നത് എന്താണെന്ന് നോക്കിക്കേ. 2 × 12 × 4 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 96. അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ഞാൻ അടുത്ത പേജ് എടുക്കുവാണ്. അപ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് എഴുതിയിട്ട് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് 37,875 ഡിവൈഡഡ് ബൈ 1,500 × 24 = 1 + R/96. കറക്റ്റ് അല്ലേ? ഓക്കെ, ഇതല്ലേ നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് എന്താ ചെയ്യാൻ നോക്കിയേ? ക്യാൻസലേഷൻ അപ്ലൈ ചെയ്യണം. ഇപ്പം ഇവിടെ എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പം ഇവിടെ ഒരു 15 കിടപ്പുണ്ട് അല്ലേ. അപ്പം ഇതും യൂണിറ്റ് പ്ലേസിൽ 5 ആണ്. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, 15ൽ ഡിവിസിബിൾ ആണോ എന്ന് നോക്കുക. അപ്പോൾ ഡിവിസിബിൾ ആണെന്ന് കിട്ടും. ഇത് 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2,525 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി ക്യാൻസലേഷൻ ഇവിടെ പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് ഇതെന്ത് എഴുതാം? 2,525 ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു 100 ഉണ്ട്. 100 × 24 അപ്പോൾ 2,400 എന്ന് കിട്ടും. = 1 + R/96. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ 1നെ എന്ത് ചെയ്യാം? ലെഫ്റ്റിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ 2,525 / 2,400 - 1 = R/96. ഇനി ഇവിടെ നിങ്ങൾ LCM കാണുക. LCM എടുക്കുമ്പോൾ ഇത് നേരെ 1ൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ 2,525 - 2,400 ഡിവൈഡഡ് ബൈ 2,400 = R/96. ക്ലിയർ അല്ലേ? ഇനി ഇതിൻ്റെ ഡിഫറൻസ് കാണുക. ഡിഫറൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 125 എന്ന് കിട്ടും ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ 2,400 = R/96. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് 6 ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഈ 96ഉം കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ
നമുക്ക് R കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ R ഈക്വൽ ടു എങ്ങനെ എഴുതാം? 125/2400. ആറിൻ്റെ എവിടെയാണ് 96 അല്ലേ? അത് ഡിവിഷൻ ഫോമിലാണ്. അപ്പം അടുത്ത സൈഡിലോട്ട് പോകുമ്പോൾ, ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ അതെന്തായി മാറും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. ഓക്കെ അല്ലേ? ഇനി ക്യാൻസലേഷൻ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് 124ഉം 2400ഉം നമുക്ക് ഏതിൽ ക്യാൻസൽ ചെയ്യാം? 25ൽ ക്യാൻസൽ ചെയ്യാം. 25ൽ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കിക്കേ. 125 25ലാണെങ്കിൽ 5 ടൈംസ് ആവും. 2400 25ൽ 96 ടൈംസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു 96 ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു 96 കിട്ടി. അപ്പോൾ ഇത് രണ്ടും കട്ടായി പോകുമ്പം നമുക്ക് ആറിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 5% എന്ന് കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. R ഈക്വൽ ടു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5%. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.